ടി.എം. തോമസ് ഐസക് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. യാതൊരു ഇളവ് നൽകില്ല. സർക്കാർ കൃത്യമായിട്ട് അന്വേഷിക്കും. അന്വേഷണത്തിൽ സർക്കാർ ഒരു കാരണവശാലും ഇടപെടില്ല. ടീമിന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. കോപ്പിയല്ല, അതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. 2 UDF MLA തുടരാ നിയമസഭയില് LDF ഏകപക്ഷമായിട്ട് രാജിവെച്ചു. ആ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് കൂടി കണക്കിലെടുക്കണം കേട്ടോ. അത്രക്ക് നിഷ്കളങ്കരല്ല സാർ. അത് തന്നെ പറഞ്ഞ് അതുകൊണ്ട് ശിക്ഷയുണ്ടല്ലോ, അത് സമ്മതികളിൽ നിന്ന് ഒഴിവാക്കും. അദ്ദേഹത്തിന്റെ കേസെടുത്ത് അന്വേഷണം തുടരും. ഇതെല്ലാം ചെയ്യും. തെറ്റായ കൃത്യമായ സന്ദേശമുണ്ട്. പാർട്ടി ഒരിക്കലും ഇങ്ങനെ തെറ്റിയതിനോടൊപ്പം നിൽക്കത്തില്ല. പക്ഷേ നിയമസഭാംഗത്വം രാജിവെച്ചിട്ടുള്ള ട്രഡീഷനില്ല. UDF ഇന്നവരെ ചെയ്തിട്ടില്ല. ഇന്നിപ്പോ UDFന്റെ 2 MLA ഇതിനേക്കാൾ ഗൌരവമായിട്ടുള്ള ആരോപണമല്ല, ചാർജ് ഷീറ്റഡാണ്. എന്നിട്ട് ആ മാന്യന്മാര് സമരം ചെയ്യുക. അതിന് വഴങ്ങാൻ തോമസ് ഐസക് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുകേഷ് MLA സ്ഥാനം ഒഴിയേണ്ടതില്ല എന്നുള്ള പാർട്ടി നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു.